ഇങ്ങനെ എപ്പോഴും എപ്പോഴും വന്ന് ആളെ പേടിപ്പിക്കലടാ. സിനിമയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടാ ഈ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല ഈ പരിപാടി. ഒരു 10,000 കാര്യങ്ങൾ ശരിയാവണം. ഒരുപാട് രൂപ വേണം, ക്യാമറ വേണം, ടെക്നീഷ്യൻസ് വേണം, പിന്നെ ഉണ്ട് 100 പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാനിതെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് കഥ പറച്ചിൽ മാത്രമായിട്ട് നടക്കുന്നത്. മനസ്സിലായ? മാമ വിചാരിച്ച് ഇതൊക്കെ പറ്റും. എൻ്റെ പുളി, നീ വേറെ വല്ല പരിപാടി ഉണ്ടാ നോക്ക്. അല്ലെങ്കിൽ അച്ഛൻ കുറേ അല്ലേ ഗൾഫിലേക്ക് വിളിക്കുന്നു, അങ്ങോട്ട് പോ. എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ. മാമ എന്താ? ജിത്തു ജോസഫ് മാമനെ നമ്പർ വേറെ വിളിച്ചാന്ന് പറഞ്ഞപ്പോ മാമന് വിഷമം ഉണ്ടായില്ലേ? അതുപോലെ തന്നെ അല്ലേ മാമൻ ഞങ്ങൾ റിജക്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് തോന്നാ. എന്റെ മാമ ഇയാന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവരവസാനമായിട്ട് ഒരുമിച്ചിരുന്ന് കണ്ട പടമാണ് മിന്നൽ മുരളി. അതുകൊണ്ടാണ് അതിന്റെ അഡാപ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞത്. പിന്നെ സിനിമയിൽ ഇപ്പോ ഞങ്ങൾക്ക് മാമനെ മാത്രമേ അറിയൂ. പിന്നെ ഞാൻ ഗൾഫിൽ പോവാത്തത് മാമൻ ഇവിടെ ഉള്ളോണ്ടാ. മാമൻ അച്ഛനെക്കാളും ഫണ്ണാണ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. നീ ഇപ്പൊ പോയി കിടക്ക്, നമുക്ക് ആലോചിക്കാം. ഉറപ്പാണോ? നോക്കട്ടെ, നീ പോ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു നല്ല പ്രൊഡ്യൂസറാ. ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ അല്ല. എൻ്റെ കയ്യിൽ ശരിക്കും 10,000 രൂപയുണ്ട്. അവിടെ ഇരിക്കടാ. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. 10,000 രൂപ ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ലക്ഷങ്ങൾ വേണം. അത് നിങ്ങൾ കൂട്ടിയാൽ കൂടുമോ? പിന്നെ എൻ്റെ കാര്യം, ഞാനിവിടെ കടവും പലിശ അടവും എല്ലാം ആയിട്ട് ആകെപ്പാടാ ലോക്കാ. എടാ, നിനക്ക് എന്റെ അമ്മാനോട് ചോദിക്കൂടെ? യെസ്, നമുക്ക് നമ്മുടെ ദമാലകളോട് ചോദിച്ചാലോ? അതൊന്നും ശരിയാവില്ല. പ്രിയേഷേ, ഈ എന്റെ വൃത്തിയായിട്ട് ഈഗോ ആദ്യം മാറ്റി നോക്കട്ടോ. നീ ആരോടൊന്ന് സംസാരിച്ചു നോക്ക്. പിന്നെ ഈഗോ അയാളെ സ്വന്തം മക്കൾക്ക് പോലും വേണ്ട. അയാളത്ര ശരിയല്ല. എടാ, നമുക്ക് നമ്മുടെ പാഠം നടന്നാ പോരെ? പാലിലോ തേനിലോ നെയ്യിലോ കലർത്തി കഴിക്കാം. ഞാൻ സാധാരണ കുങ്കുമപ്പൂ പാലിൽ മിക്സ് ചെയ്താ കഴിക്കുന്നത്. ഇതും അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ പുതിയ 2 ലിമിറ്റഡ് എഡീഷൻ സാധനം കൂടി കമ്പനി ഇറക്കിയിട്ടുണ്ട്. സ്റ്റിമുലസ് 2000, പൾസർ 750. അതൊന്നും വേണ്ട. ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. ഏയ്, cute him. Hi. I don't want this. Get me a glass of hot milk. Okay, sure. ബസ് ഏ ബഹുത്ത് അധികം. What? എടോ, അവര് ഹിന്ദിക്കാരിയൊന്നുമല്ല, അർമേനിയൻകാരിയാ. ആണോ? വേറെ 2 റഷ്യൻസ് കൂടി ഉണ്ടായിരുന്നു. അവര് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കും. സാറിന് ശരിക്കും എത്ര വയസ്സായി? ഇതിന്റെ പേയ്മെന്റ് 7,000 തനിക്ക് കിട്ടിയില്ലേ? കിട്ടി. എന്നാ ചെല്ലേ. ക്രിസ്റ്റി, somebody is outside. Yeah. ദാമോദരൻ മാമൻ ഉണ്ടോ? Who? ദാമോദരൻ മാമൻ, ദാമോദരൻ അങ്കിൾ. Uncle? You mean Daman? യെസ്, ഹീസ് അവർ അങ്കിൾ. Oh, you look so cute. ഏ ക്രിസ്റ്റി, Okay, come in. ഹലോ. അല്ല, ഈ പാവത്തിന്റെ കുടിലേക്ക് വരാനുള്ള വഴിയൊക്കെ അറിയാമോ മരുമോനെ? അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം? അല്ല, ഞങ്ങളൊരു ചെറിയ പടം ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിന് പടം എന്ന് പറയുമ്പോ സിനിമയല്ലേ? അതെ. നീയൊക്കെ സിനിമ ചെയ്യാൻ മാത്രം ആയോ? ഓ, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ വേണം. കറക്റ്റ്, ഞങ്ങൾ മനസ്സിൽ കണ്ട അതേ കാര്യം അല്ലേ? അങ്കിളിനാവുമ്പോൾ സിനിമയോടൊരു താല്പര്യമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സിനിമയോട് ഒരു താല്പര്യമില്ല. ഞാൻ അവസാനമായിട്ട് കണ്ടു എന്ന് പറയുന്ന സിനിമ ബാഹുബലി എന്നോ അങ്ങനെ ഏതാണ്ടൊന്നോ. അങ്കിളെ ഇത് ബാഹുബലിനെക്കാളും പൊളിക്കും. എന്താ എന്നാ, ഇവനല്ലേ ഡയറക്റ്റ് ചെയ്യണേ? പഴയ ആൽബം കേസ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്. ആ രശ്മിക മന്ദാനെ ഹീറോയിനായിട്ട് ബുക്ക് ചെയ്ത് അതിന് 10 ലക്ഷമോ 10 കോടിയോ എത്ര വേണേലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അതെന്തായാലും വ്യക്തിയാ. ഇതൊരു ചെറിയ പടമാണ്, കുട്ടികൾ മാത്രമേ ഇല്ലേ ഉള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, ജാൻവി കപൂറിന്റെ ബുക്ക് ചെയ്യ്. നല്ല പളങ്ക് പോലെയുള്ള കുട്ടിയല്ലേ? എന്നാ കുട്ടീനെ ഫിക്സ് ചെയ്യാം. ഏ? ഓ, പറഞ്ഞത് ഫീൽ ചെയ്തോ? എന്നാ മരുമകനൊരു കാര്യം ചെയ്യ്, സ്വന്തമായിട്ടൊരു പടം പിടിച്ച് അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ബാക്കിയോടെ നശിപ്പിക്കേ.